ഹായ് ഗായ്സ് ഇസ് ദുനിയാമേ കോയി നെഹി ഹെ. ഈ ദുനിയാവിൽ കോയികളൊന്നുമില്ല. അയ്യോ ട്രാക്ക് മാറിപ്പോയി. അതായത് ഗായ്സ് ഞാൻ ഇന്ന് ഹോം അലോൺ ആണ്. അമ്മ കൂട് വിട്ട് കൂടുമാറ്റത്തിന് വേണ്ടി നാത്തുന്റെ വീട്ടിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥയിൽ പൊന്നൻ കുണ്ടിതത്തിലാണ്. ഇനി ആ കുണ്ടിത്തപ്പൽ മാറ്റണമെങ്കിൽ അമ്മ തിരിച്ചു വരേണ്ടതുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഞം മുഖ്യം ബിഗിലേ. അപ്പോൾ ചട്നി ഉണ്ടാക്കിയ പ്രസന്ന നിമിഷത്തിൽ പൊന്നൻ പ്രാതൽ കഴിച്ചെണീറ്റു. എന്നാ പിന്നെ തലേന്നത്തെ കടലക്കറിയും കൂട്ടി ഞാനും മിണുങ്ങാന്ന് കരുതി. ഇനിയിപ്പോ ഉച്ചപ്പണിയിലേക്കുള്ള കാലെടുത്തു വയ്പ്പാണ്. ഇന്നത്തെ ദ്വന്ദ്വയുദ്ധം നെത്തോലിയും സി ഡി കാരലും തമ്മിലാണ്. നെത്തോലിയുടെ തലയും വാലും വെട്ടിയെറിഞ്ഞെന്ന് പോരാഞ്ഞ് സി ഡി കാരലിന്റെ തൊലി വലിച്ചിരിഞ്ഞ് ആനന്ദം കണ്ടു എന്നിലെ സൈക്കോ. നെത്തോലി ഒരു ചെറിയ മീൻ അല്ലാത്തതുകൊണ്ട് സി ഡി കാരലിനെ മോർച്ചറിയിൽ കയറ്റി. നാളെ എടുക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന നാരങ്ങ പൊലിപ്പിക്കാനായി ബീൻസ് അരിഞ്ഞ് അടുപ്പ് കയറ്റി ഞാൻ. ബീൻസ് വെന്തതിനോടൊപ്പം പുളിശ്ശേരിയും സെറ്റായി. അപ്പോ അതാ എന്റെ മുന്നിൽ പത്തി വിടർത്തി നിൽക്കുന്ന ചോദ്യം: നെത്തോലി കറി വെക്കണോ, തോരൻ വെക്കണോ, ഫ്രൈ ചെയ്യണോ? ഒടുവിൽ അക്കാ ഇക്ക വെക്കം പൊക്കം നെത്തോലി തോരൻ വെക്കാം. കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക് വഴട്ടി, തേങ്ങ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് കുടംപുളി, ഉലുവാപ്പൊടി, മീനും ഇട്ട് വേവിച്ചെടുത്താൽ മീൻ തോര റെഡിയായി. എല്ലാം റെഡിയായ സ്ഥിതിക്ക് ദൗത്യം ഒന്ന് മാത്രം: കുഴച്ചു മിണുങ്ങുക. അത്രയുള്ളൂ. ബൈ ബൈ.